ഇന്നലെ രാവിലെയാണ് പൊന്നാനി എം.എൽ.എ. കെ.പി. നൗഷാദ് അലി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനോടൊപ്പം ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ വയനാട്ടിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു നൗഷാദ് അലി എം.എൽ.എ. വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഇതേ നൗഷാദ് അലി നേരത്തെ സംസ്ഥാന സർക്കാർ ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെന്താണെന്നോ, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയും തൊഴിലാളി കുടുംബത്തിലെ അംഗവുമായ പിണറായി വിജയൻ ഖജനാവിൽ നിന്നും 1.5 കോടി മാസ വാടക നൽകി ഹെലികോപ്റ്റർ വാങ്ങിയതിലെ വൈരുദ്ധ്യമാണ് സുധാകരൻ എം.പി. ഉന്നയിച്ചത്. ആ ചോദ്യത്തിലെ രാഷ്ട്രീയത്തെയും പ്രകടശേഷിയെയും ഭയക്കുന്നവർ വംശീയതയിൽ അഭയം തേടുന്നതിൽ അത്ഭുതമില്ല. അതായത് പിണറായി സർക്കാർ ഹെലികോപ്റ്റർ എടുത്തതിനെ ചോദ്യം ചെയ്ത കെ സുധാകരനെ പിന്തുണക്കുകയാണ് നൗഷാദ് അലി. അതിനു മുന്നേയും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതിനെ രൂക്ഷമായി എതിർത്ത ആളാണ് ഈ നൗഷാദ് അലി. മാസം 20 മണിക്കൂർ പറത്താൻ 1.44 കോടി രൂപയാണ് പിണറായി സർക്കാർ മുടക്കുന്നത്. VVIP യാത്രയ്ക്ക് വേണ്ടിയാണ് ഇത്രയും പണം അവർ ചെലവാക്കുന്നത്. എന്നാൽ മാസം 25 മണിക്കൂർ പറത്താൻ 1.2 കോടി രൂപ ഹെലികോപ്റ്റർ നൽകാൻ തയ്യാറായ ബാംഗ്ലൂർ കമ്പനിയുടെ ടെൻഡർ പിണറായി വിജയൻ തള്ളിയെന്നും ഇത് വലിയ മോഷണമാണെന്നും കൂടിയാണ് നൗഷാദ് അലി പറഞ്ഞത്. ഇപ്പോൾ അതേ വ്യക്തിയാണ് വി.ഡി. സതീശനോടൊപ്പം അതേ ഹെലികോപ്റ്ററിൽ കയറി ഇളിച്ചു കാണിക്കുന്നത്. പിണറായി വിജയൻ ഇതിൽ കയറിപ്പോയാൽ അത് ധൂർത്താണ്, നമ്മൾ പോയാൽ അത് അത്യാവശ്യ സർവീസാണ്. ഇതാണ് പൊന്നാനി എം.എൽ.എയുടെ ചിന്താഗതി. അതേപോലെ മെസ്സിയെയും മംദാനിയെയും ഷാറൂഖ് ഖാനെയും ഒക്കെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരാൻ ആലോചനയുണ്ടെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. 2 പതിറ്റാണ്ട് കാലത്തോളം CPM കുത്തകയാക്കി വെച്ചിരുന്ന പൊന്നാനി നിയോജക മണ്ഡലത്തിൽ കെ.പി. നൗഷാദ് അലി ഒരു അട്ടിമറി വിജയം തന്നെയാണ് നേടിയത്. മുൻ PCC വഖഫ് ബോർഡ് ചെയർമാൻ പദവികൾ വഹിച്ചിരുന്ന MK സക്കീറിനെയാണ് 13,000 വോട്ടിന് ഈ നൗഷാദ് അലി പരാജയപ്പെടുത്തി. ഇപ്പോൾ വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ കയറി പോകുന്ന ഇദ്ദേഹം പൊന്നാനിയിലായിരുന്നു ആദ്യം പോകേണ്ടത്. പൊന്നാനിയിൽ ശക്തമായ കടലേറ്റത്തിൽ വീടുകൾ തകർന്നിരുന്നു. കിളർപ്പള്ളി, മുറിഞ്ഞഴി, ചുവന്നറോഡ് ഭാഗങ്ങളിലാണ് കടലേറ്റം അനുഭവപ്പെടുന്നത്. കടലേറ്റ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മറ്റും ഇപ്പോൾ താമസം മാറിയിരിക്കുകയാണ്. വീടുകൾക്ക് മുമ്പിൽ കടൽവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ പൊന്നാനിക്കാർ മേലോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ട MLA ഹെലികോപ്റ്ററിൽ കയറി വയനാട് പോകുന്നത്. പിണറായി വിജയൻ ചെത്തുകാരൻ്റെ മകനും കമ്മ്യൂണിസ്റ്റുമാണ്. അങ്ങനെയുള്ള വിജയൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യേണ്ട ഒരാളെയല്ല. കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ വെള്ള വസ്ത്രം ധരിക്കുന്നവരും ഉന്നതകുല ജാതരുമാണ്. ആ വേഷത്തിൽ ചെളി പറ്റാതിരിക്കാൻ അവർക്ക് ഹെലികോപ്റ്ററിൽ തന്നെ പോയേ മതിയാകും. ഇത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ്. പിണറായിയുടെ ധൂർത്ത് എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇപ്പോൾ അതേ ഹെലികോപ്റ്ററിൽ ഞെളിഞ്ഞിരുന്നു പോകുന്നു. പക്ഷേ ഇവരെ കളിയാക്കിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല. നാണവും മാനവും ഇല്ലാത്തത് കൊണ്ട് പരിഹാസങ്ങൾ അവർക്കൊരു വിഷയമേ അല്ല.